Happy Vishu. Happy Vishu. Happy Vishu. Happy Vishu. Guys, യൂറോപ്പിൽ പൂ പറിക്കും. ഇതിപ്പോൾ എങ്ങനെ പറിക്കാം? ഇവിടുത്തെ പാർക്ക്. കൊന്നയ്ക്ക് പകരം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഹായ് ഗൈസ്, സോ വെൽക്കം ടു മൈ വിഷു വ്ളോഗ്, വിഷു 2026, എൻ്റെ സെക്കൻഡ് വിഷു ഇൻ യൂറോപ്പ്. ഈ വിഷുവിന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഹാഫ് ഡേ വർക്ക് ഉണ്ട്. ബട്ട് അത് ഹാഫ് നമുക്ക് നല്ല കുഴപ്പമില്ലാതെ ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, കണി വെക്കണം എന്നുണ്ട്, പിന്നെന്താ നല്ല ഫുഡ് കഴിക്കണം എന്നുണ്ട്, പിന്നെ അഫ്കോഴ്സ് നല്ല ഫോട്ടോസ്, നല്ല ഡ്രസ്സ്. ഇതാണ് എൻ്റെ ഇവിടുത്തെ ഒരു വിഷു. പിന്നെ അതൊക്കെ തന്നെ. അപ്പം വെൽക്കം ടു മൈ വിഷു വ്ളോഗ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വിഷുവിന് ഞാൻ ഉടുക്കാൻ പോകുന്നത് 25 വർഷം മുന്നേ എൻ്റെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ കൊടുത്ത സാരി. ആൻഡ് ദാറ്റ് സാരി ഹോൾഡ് സോ മച്ച് ഓഫ് മെമ്മറീസ്. കാരണം അത് ഞാൻ ജനിച്ചത് ബോംബെയിലാണ്. അപ്പം ആ സാരിക്ക് ഒരുപാട് കഥകളുണ്ടാവാൻ പറയാൻ. എന്നെക്കാളും 2.5 വയസ്സുള്ള സാരിയാണ് ഞാൻ ഇന്ന് ഉടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉടുത്തിട്ടൊക്കെ കാണാം. നല്ലൊരു വിഷു ആവട്ടെ എല്ലാവർക്കും. നല്ലൊരു സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല ദിവസങ്ങൾ മുന്നോട്ട് വരട്ടെ എല്ലാവർക്കും. അമ്മേ. ഓക്കെ, അപ്പം ബാക്കി കാണാം. ഹാപ്പി ഉത്രാടം ഗൈസ്. ഇന്നെനിക്ക് വർക്ക് ഉണ്ടായി. ആൻഡ് അവിടെ വർക്ക് സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്ന് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നുമില്ല. ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ ഞങ്ങളുടെ മാനേജർ പറഞ്ഞു കുഴപ്പമില്ല, ഇന്ന് പൊക്കോം, ഓഫാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ തൊട്ട് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു കാണിയൊക്കെ വെക്കാനെങ്കിൽ കാരണം എനിക്ക് നൈറ്റ് വരെ വർക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ടൈമില്ലല്ലോ, ഫുള്ള് റഷ് ആവുമല്ലോ, സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇന്നലെ തൊട്ടേ. അപ്പോഴാണ് ഇന്നിങ്ങനെ. അപ്പം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി. എന്നിട്ട് എൻ്റെ കൊലീഗ്സിനോടൊക്കെ പറഞ്ഞു എനിക്കിന്ന് ആക്ച്വലി ഒരു സെലിബ്രേഷനായിരുന്നു ഞങ്ങളുടെ നാട്ടിലെന്നൊക്കെ. അവിടെ നോക്കുമ്പോൾ ഒരാൾക്ക് അറിയാം വിഷുവിനെ പറ്റിയിട്ടൊക്കെ എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ ഞാനിങ്ങനെ അപ്പം വിഷുവിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് കണിയുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പഴം, ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്സ് വാങ്ങാം അല്ലേ. ചിക്കൻ ഇല്ലാണ്ട് എന്താ ആഘോഷം. അങ്ങനെ സാധനം വാങ്ങിച്ച് ഇനി പായസത്തിൻ്റെയും കൂടെ വാങ്ങിയിട്ട് റൂമിൽ പോകാം. നിങ്ങൾ ചോദിക്കാറില്ലേ ഇവിടെ എല്ലാം കിട്ടും? ഇവിടെ എല്ലാം കിട്ടും, ഒന്നും കിട്ടാത്തതില്ല. അച്ചാർ. ഹാപ്പി ഉത്രാടം. എന്താ നാളെ പരിപാടി? കൃഷ്ണനെ കിട്ടിയോ ഗൈസ്? എനിക്ക് മാത്രം കൃഷ്ണനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഫൈനലി കൃഷ്ണനെ കിട്ടി. അപ്പം നമുക്ക് കണി സെറ്റ് ചെയ്യാം. പൂവ് കുറച്ച് ഓവറായിട്ടുണ്ടോ? ചിക്കൻ കറി ആൻഡ് ചോറ്. ഇവിടെ സമയം ഇപ്പോൾ 12 വരെയായി. അവരിന്ന് ഫുള്ള് കൃഷ്ണനെ കിട്ടാത്തതിൻ്റെയും പിന്നെ ഇങ്ങനെ കണിയൊക്കെ സെറ്റാക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലേക്ക്. ഇപ്പോൾ
വിശക്കും. സോ ചിക്കൻ കറിയും ചോറും, ചിക്കൻ കറിയും ചോറും എന്താണെന്ന് അറിയില്ല. അതിന് ഫ്രൈഡ് ചിക്കൻ കറിയാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്ക് കണി കാണാം. Wearing an Indian attire and traveling in public transport. അയ്യോ, പക്ഷെ ആരില്ല, കുഴപ്പമില്ല. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. അങ്ങനെ കണി കണ്ടു, കണി വാരി, പിന്നെ ഫുൾ ബിസി ആയിപ്പോയി. റൂംമേറ്റിന് സാരി ഉടുപ്പിക്കണമായിരുന്നു, പായസം വെച്ചു, ഫോട്ടോസ് എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ ബിറ്റ്സ് ആൻഡ് പീസസ് എടുത്തിട്ടുണ്ട്. സോ എൻ്റേതായൊരു കുഞ്ഞ് വിഷു ആയിരുന്നു ഇത്. ഇനി ഫുഡ് കഴിക്കണം, പായസം കുടിക്കണം, പിന്നെ വർക്കിന് പോകണം. പായസം കുടിക്കാലോ. ഞാൻ വെച്ചുകൊണ്ട് പറയുന്നതല്ല, ഇറ്റ്സ് ടേസ്റ്റി, റിയലി റിയലി ടേസ്റ്റി ഗൈസ്. മധുരം മധുരം. ബൈ. Happy Vishu. I hope you all have a great year, new memories, and a wealthy time. Happy Vishnu. I wish you prosperity, health, tons of money, and the best memories. Okay, good. Thank you. Happy Vishu. അപ്പം നിങ്ങളുടെയൊക്കെ വിഷു എല്ലാവർക്കും നല്ല അടിപൊളിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് വാട്ട് എൽസ്. സോ യാ, once again I wish you all a very happy Vishu. With love always, Shri Stories. Bye.